നമസ്കാരം, ഞാൻ ബൈജുവൻ നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ യാത്രകൾ സംഭവിക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട വാഹനങ്ങൾ നമ്മുടെ കിട്ടാതെ പോകുന്നുണ്ട്. അങ്ങനെ ഈയിടയ്ക്ക് അടുത്ത കാലത്തായിട്ട് കിട്ടാതെ പോയ ഒരു വാഹനമാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ഇതിൻ്റെ പേര് സ്കോഡ കൈലാക്ക് എന്നാണ്. ആ സമയത്ത് ഞാൻ തായ്ലൻഡിൽ കുറച്ച് ഫോർച്യൂണറുകളൊക്കെ ഓടിച്ച് അങ്ങനെ രസിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു ഈ വാഹനത്തിൻ്റെ ലോഞ്ച്. അടുത്ത കാലത്ത് നമ്മുടെ ചാനലിലെ വിവാദ വിഷയമായ ഒരു കമ്പനിയാണ് സ്കോഡ. ദീപിക എന്ന പെൺകുട്ടി 14 ലക്ഷം രൂപ മലയാളം സ്കോഡ എന്ന ഒരു ഡീലർഷിപ്പിൽ അടയ്ക്കുകയും ആ പൈസ വെറുതെ പോവുകയും ചെയ്തൊരു കഥയൊക്കെ നമ്മൾ അവതരിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു കാര്യം സ്കോഡയുടെ ജീവിതത്തിൽ അല്പം നെഗറ്റീവായിട്ട് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് സ്കോഡ നമുക്ക് ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയൊന്നുമില്ല. കാരണം ഓരോരോ പുതിയ വാഹനങ്ങൾ വരുമ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. തന്നെയുമല്ല, സ്കോഡയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡലാണ് കൈലാക്ക് എന്നുള്ളതുകൊണ്ട് നമുക്കൊരിക്കലും തള്ളിക്കളയാനാവില്ല. പിന്നെ ദീപികയുടെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്കോഡയിൽ നിന്ന് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ സ്കോഡയുടെ ഡീലർഷിപ്പിൽ നിന്നും ദീപികയെ വിളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതെന്താണ് പിന്നെ സംഭവിച്ചെന്നുള്ളത് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അറിയിക്കാം. എന്തായാലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു മോഡലാണ് സ്കോഡ കൈലാക്ക്. ഞാൻ പറഞ്ഞ പോലെ സ്കോഡയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോഡലാണ് ഇത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ വാഹനം സബ് 4 മീറ്റർ വാഹനമാണ്. ഫോക്സ് വാഗൺ ഗ്രൂപ്പിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു സബ് 4 മീറ്റർ SUV വരുന്നതെന്നുള്ളതുകൊണ്ട് കൈലാക്കിൻ്റെ വിജയം എന്ന് പറയുന്നത് സ്കോഡയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അന്ന് കൈലാക്ക് ലോഞ്ച് ചെയ്ത സമയത്ത് ഞാൻ ഇല്ലായിരുന്നുകൊണ്ട് എനിക്കിപ്പോൾ നവി മുംബൈയിൽ ഈ വാഹനം തന്നിരിക്കുകയാണ്. ഇത് ഓടിക്കാനേ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇറക്കി വെച്ച് തന്നതാണ്. നമുക്ക് ഇതിൻ്റെ ഒരു വാക്ക് റൗണ്ട് മാത്രമാണ് ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്നത്. കാരണം ജനുവരിയിൽ ഈ വാഹനത്തിൻ്റെ ഒരു മീഡിയ ഡ്രൈവ് നടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് സ്റ്റേജിൽ എല്ലാവരും ചെയ്ത വാക്ക് റൗണ്ട് ഞാൻ ഈ മൈതാനത്ത് ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒറ്റ നോട്ടത്തിൽ കാഴ്ചയിൽ തന്നെ സുന്ദരമായ ഈ വാഹനത്തിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും വലിയ പ്രത്യേകത കൈലാക്കിന് ഒരു മലയാളിത്തം ഉണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം കൈലാക്ക് എന്നുള്ള പേരിട്ട ഒരു മലയാളിയാണെന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായൊരു കാര്യം. സ്കോഡ ഈ ഒരു വാഹനം കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിപാടി ഇട്ട സമയത്ത് തന്നെ ഇതിൻ്റെ പേരുകൾക്കായിട്ട് ഒരു മത്സരം നടത്തി. അതായത് അവരുടെ വെബ്സൈറ്റിൽ ഈ ഒരു വാഹനത്തിന് പേര് ക്ഷണിച്ചുകൊണ്ട് വാഹനത്തിൻ്റെ പേര് കെയിൽ ആരംഭിക്കണം, കോട്ടയത്തിൻ്റെ കെയിൽ ആരംഭിക്കണം എന്ന് മാത്രമേ സ്കോഡ പറഞ്ഞുള്ളൂ. കാരണം ഇതിനു മുമ്പുള്ള വാഹനങ്ങൾ കുഷാക്കായാലും അതുപോലെ തന്നെ കോഡിയക്കായാലും എല്ലാം കെയിലാണല്ലോ ആരംഭിക്കുന്നത്. അങ്ങനെ നമ്മുടെ കാസർഗോഡ് സിയാദ് എന്ന് പറയുന്ന ഒരു മിടുക്കൻ ഒരു മദ്രസ അധ്യാപകനാണ്. അദ്ദേഹമാണ് ഈ പേര് സജസ്റ്റ് ചെയ്തത്. 2 ലക്ഷം പേരുകളാണ് 2 ലക്ഷം പേരിൽ നിന്ന് അയച്ചു കിട്ടിയത്. അതിൽ 20,000 പേരുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൽ നിന്നാണ് അവസാനം നമ്മുടെ സിയാദ് പറഞ്ഞ ഈ ഒരു പേര് കൈലാക്ക് എന്നുള്ള പേര് കമ്പനി അങ്ങ് വിജയിച്ചായിട്ട് പ്രഖ്യാപിച്ചത്. കൈലാക്ക് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ എന്നാണ്. ക്രിസ്റ്റൽ എന്നുള്ള ഒരു സംസ്കൃത വാക്കാണ് കൈലാക്ക് എന്നുള്ളത്. എന്തായാലും സിയാദ് എങ്ങനെ ആ പേര് കണ്ടുപിടിച്ചു തപ്പിയെടുത്തു എന്ന് അറിഞ്ഞുകൂടാ. കാരണം ക്രിസ്റ്റലിൻ്റെ കാര്യത്തിൽ വളരെ ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ക്രിസ്റ്റൽ നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ. ഈ വാഹന നിർമ്മാണ കമ്പനിയുടെ ആസ്ഥാനം എന്ന് വിളിക്കാവുന്ന ചെക്ക് റിപ്പബ്ലിക്. അങ്ങനെ എല്ലാം കൂടി ഒത്തു വന്ന സമയത്ത് കൈലാക്ക് എന്ന പേര് വിജയിച്ചതായിട്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുത്തതായിട്ട് കമ്പനി പ്രഖ്യാപിച്ചു. അങ്ങനെ സിയാദിന് ആദ്യത്തെ കൈലാക്ക് സമ്മാനമായി കിട്ടാൻ പോവുകയാണെന്ന് മാത്രവുമല്ല, സിയാദിനെ ചെക്ക് റിപ്പബ്ലിക്കിലെ സ്കോഡയുടെ ആസ്ഥാനത്ത് കൊണ്ടുപോകുന്നുകൊണ്ട് ഒന്ന് ആദരിക്കാൻ. അങ്ങനെ ഒരു മലയാളി ബന്ധം കൂടി ഈ വാഹനത്തിന് പറയാനുണ്ട്. അപ്പോൾ എന്താണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ സബ് 4 മീറ്റർ വാഹനമാണ്. തന്നെയുമല്ല, ഈ വാഹനത്തിന് ചേട്ടനെന്ന് വിളിക്കാവുന്ന കുഷാക്കിലെ അതേ എഞ്ചിൻ തന്നെ അതിൽ ഘടിപ്പിച്ചിരിക്കുന്നുള്ളതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു ആശങ്കയും വേണ്ട. കുഷാക്കിൻ്റെ അതേ പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ വാഹനത്തിൻ്റെ താഴെയായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ഒന്നും വെട്ടിമുറിച്ച് ചെറുതാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു MQB പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഫോക്സ് വാഗൺ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമാണ്. അതാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും കുഷാക്ക് എന്ന ഈ വാഹനത്തിൻ്റെ ചേട്ടനേക്കാളും ഏതാണ്ട് 100-110 മില്ലിമീറ്ററോളം നീളം കുറവുണ്ട് കൈലാക്ക് എന്ന അനിയന്. മറ്റൊരു കാര്യമുള്ളത്, അല്പം ചെറുതാണ് വാഹനമെങ്കിൽ പോലും വെയിറ്റിൻ്റെ കാര്യത്തിൽ വെറും 30 കിലോഗ്രാമേ ഈ വാഹനത്തിന് കുഷാക്കിനേക്കാളും കുറവുള്ളൂ എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ കുഷാക്കിനേക്കാളും ഒട്ടും മോശക്കാരനല്ല കൈലാക്ക് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താ പറയുക, ഒത്തിരി പ്രായക്കുറവൊന്നും ഇല്ലാത്ത ഒരു അനിയൻ എന്നാണ് നമുക്ക് കൈലാക്കിൻ്റെ കാര്യത്തിൽ പറയാവുന്നത്. അപ്പോൾ ഇനി വാഹനത്തെ അടുത്ത് കാണാം. കമോൺ ശ്യാമേ, അടുത്തേക്ക് പോര്. നല്ല മനോഹരമായൊരു പച്ച നിറത്തിലാണ് കൈലാക്ക് കിടക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് സ്കോഡയുടെ സിഗ്നേച്ചർ ഗ്രില്ലാണ്. അതിന് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവരിങ്ങനെ ഈ ഗ്രില്ലിൻ്റെ കാര്യത്തിൽ മാറ്റം വരുത്താൻ കൊണ്ടുവരുന്ന ഓരോ വാഹനം കാണുമ്പോൾ ഉള്ളൊരു വ്യത്യാസം നമുക്ക് അധികം ഫീൽ ചെയ്യില്ല എന്നുള്ള കാര്യം. ഏതായാലും ഈ ഒരു കൈലാക്കിലേക്ക് വന്നപ്പോൾ ഈ ഗ്രില്ലിന് ഒരല്പം വണ്ണം കുറഞ്ഞ് നീണ്ടു എന്നുള്ളൊരു വ്യത്യാസമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഹെഡ് ലാമ്പ് താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. LED ഹെഡ് ലാമ്പാണ്. അതിൽ ക്രിസ്റ്റൽ ലൈറ്റിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. സ്കോഡയുടെ ക്രിസ്റ്റൽ ലൈറ്റിംഗ് ആണ് അതിൽ കാണുന്നത്. മേൽഭാഗത്ത് ഡേറ്റ റണ്ണിംഗ് ലാമ്പ് അതിപ്പോൾ ഇൻഡിക്കേറ്ററായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെയായിട്ട് നല്ലൊരു അലൂമിനിയം ഫിനിഷുള്ള ഒരു ലോവർ ലിപ്പ് പോലെ ഭാഗമുണ്ട്. ഇവിടെ വലിയ എയർ ഡാം കൊടുത്തിരിക്കുന്നു. അതുപോലെ ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഭാഗം അതിൻ്റെ ഇടയിലായിട്ട് കാണാം. ഈ ഭാഗത്തേക്ക് ഇവിടെ ബോഡി കളേർഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ ബോഡി പാനൽ വന്ന് നിൽക്കുന്നത് ഭംഗിയുള്ളൊരു കാര്യമാണ്.
അതുപോലെ ചെറിയ പവർ ലൈനുകളൊക്കെ ബോണറ്റിലേക്ക് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. മുൻഭാഗത്ത് സ്കോഡയുടെ ലോഗോ കാണാമെങ്കിലും പിൻഭാഗത്ത് ലോഗോ കൊടുത്തിട്ടില്ല. അവിടെ സ്കോഡ എന്നുള്ള എഴുതി വെച്ചിരിക്കുന്നത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതിപ്പോൾ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന സ്കോഡയുടെ വാഹനങ്ങളെല്ലാം അങ്ങനെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. എന്തായാലും വളരെ വ്യത്യസ്തമായ മുൻഭാഗം ഒന്നും പറയാനാവില്ല. സ്കോഡയുടെ ഏതൊരു വാഹനവും പോലെ തന്നെയുള്ളൊരു മുൻഭാഗം എന്നാണ് പറയേണ്ടത്. തീർച്ചയായിട്ടും കുഷാക്കിൻ്റെ ഒരു അനിയൻ എന്ന് തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ബോധ്യപ്പെടും. പക്ഷേ ഭംഗിയുള്ള ഡിസൈനാണ്, ഗൗരവമുള്ള ഡിസൈനുമാണ്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ 17 ഇഞ്ച് ടയറാണ് നമ്മൾ കാണുന്നത്. 17 ഇഞ്ച് ടയർ ഈ ഒരു സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ആകെ മഹീന്ദ്ര 3XOയ്ക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു മോഡലിന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സോഫ്റ്റായ സസ്പെൻഷനാണ് ഈ വാഹനത്തിൻ്റെ. ഇപ്പോൾ ഓടിച്ചു വന്ന ഡ്രൈവറിനോട് പറയുന്നുണ്ടായിരുന്നു. അത് നമുക്ക് അറിയാനുണ്ട്, കാരണം അത്രയും കാര്യമായ വീൽ ട്രാവൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ മുൻഭാഗത്തെ ക്ലാഡിങ്ങുള്ള ഭാഗം ഇങ്ങനെ വീലറസി കൂടെ നീളുന്നുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, ഈ വാഹനത്തിൻ്റെ ചിലവൊന്ന് ചുരുക്കുന്നതിന് വേണ്ടിയായിരിക്കാം അങ്ങനെ സൈഡിലൊന്നും കാര്യമായ രീതിയിൽ പവർ ബൾജുകളോ ലൈനുകളൊന്നും കൊടുത്തിട്ടില്ല. കാരണം ഇത്തരത്തിലുള്ള ബോഡി പാനലുകൾ അതൊക്കെ പ്രസ് ചെയ്ത് ആ രീതിയിലേക്ക് മാറ്റുമ്പോൾ കൂടുതൽ ചിലവുണ്ട്. അതുകൊണ്ടായിരിക്കാം പ്ലെയിൻ ആയിട്ടുള്ളൊരു സൈഡ് പ്രൊഫൈലാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കാര്യമായ കട്ടുകളും ക്രീസുകളൊന്നുമില്ല. താഴെ വലിയൊരു ക്ലാഡിങ് കൊടുത്തിരിക്കുകയാണ്. സൈഡ് വ്യൂ മിറേഴ്സ് ബോഡി കളേർഡാണ്. അതിൽ ഈ ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ കാര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള വാഹനത്തിൻ്റെ ടോപ്പ് എൻഡ് മോഡലാണ്. ഇതിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ളതുകൊണ്ട് അതും ടോപ്പ് എൻഡ് തന്നെ. ഇത് മാനുവലിലെ ടോപ്പ് എൻഡാണ് എന്നാണ് പറയേണ്ടത്. ഇവിടെ ചെറിയൊരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗം നമുക്ക് ഈ ഒരു ഡോർ ഹാൻഡിലും കാണാം. SUV-യുടെ തനത് രീതിയിലുള്ള ഒരു റൂഫ് റെയിൽ ഈ മേൽഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ബി പില്ലറിലൊക്കെ ബ്ലാക്ക് ഫിനിഷും കൊടുത്തിരിക്കുന്നു. സൈഡ് പ്രൊഫൈലിലും നമുക്ക് തീർച്ചയായിട്ടും ഒരു ചെറിയ കുഷാക്ക് എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. ആ ഒരു രൂപം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കോർണർ ഗ്ലാസ് വേണമെങ്കിൽ ആകാമായിരുന്നു തോന്നുന്ന രീതിയിലുള്ള വലിയൊരു ബോഡി പാനൽ ഇവിടെ കാണാം. ഇനി പിന്നിലേക്ക് വരുമ്പോൾ അതും വലിയ വ്യത്യാസമൊന്നുമില്ല. എനിക്ക് കോഡിയാക്കായിട്ട് മാത്രമല്ല കുഷാക്കായിട്ട് മാത്രമല്ല എല്ലാ സ്കോഡയുടെ വാഹനങ്ങളുമായിട്ട് സാമ്യം തോന്നിക്കുന്ന രീതിയിലുള്ളൊരു പിൻഭാഗം എന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ബ്ലാക്ക് പാനലും അതിൽ സ്കോഡ എന്നുള്ള ബാഡ്ജിങ് ഒക്കെ വളരെ രസകരമായിട്ട് ഇൻഡിക്കേറ്റർ സ്പോയിലർ പോലൊരു ഭാഗം ഇവിടെ, സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ, അതുപോലെ തന്നെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനയും കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്ത് ടോപ്പ് എൻഡ് മോഡലിൽ നമുക്കിങ്ങനെ ഡീഫോഗർ കാണാം. അതുപോലെ തന്നെ വൈപ്പറും കൊടുത്തിട്ടുണ്ട്. കൈലാക്കെന്നുള്ള ബാഡ്ജിങ് ഇവിടെ കാണാം. താഴെയായിട്ട് മുൻഭാഗത്ത് കണ്ട പോലെ തന്നെ ഒരു സ്റ്റീൽ ഒരു അലൂമിനിയം ഫിനിഷുള്ള ഭാഗമാണ് ആ കാണുന്നത്. ഫിനിഷ് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഫൈബറാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ബമ്പറാണ് മേൽഭാഗത്ത് കാണുന്നത്. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം. ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു പിശുക്കുമില്ല. 446 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. എന്ന് മൂടിയിട്ടിരുന്നൊക്കെ എടുത്തുകൊണ്ടെന്ന് കേട്ടോ നമ്മുടെ വണ്ടി. അതുപോലെ തന്നെ 60-40 ആയിട്ട് നമുക്ക് ബാക്ക് സീറ്റ് സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ലഗേജ് കയറ്റാൻ സാധിക്കും. ഒരല്പം താഴ്ന്നാണ് ഈ ഒരു ലഗേജ് സ്പേസ് എന്നുള്ളതുകൊണ്ട് സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകാം. എങ്കിൽ പോലും വാഹനം അങ്ങനെ വളരെ ഉയർന്നൊന്നും നിൽക്കാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. സ്പെയർ ടയറിൻ്റെ അവസ്ഥ എന്താ നോക്കട്ടെ. ഇതാ സ്പെയർ ടയർ കൊടുത്തിരിക്കുന്നത് 15 ഇഞ്ചിൻ്റെയാണ്. എങ്കിൽ പോലും അത് നമുക്ക് സാമാന്യം ദീർഘദൂരം തന്നെ ഓടിച്ചു പോകാൻ പറ്റും 15 ഇഞ്ചിൻ്റെ സ്പെയർ ടയർ എന്ന് പറയുമ്പോൾ. ഏതായാലും ഫിറ്റ് ആൻഡ് ഫിനിഷ് ഗംഭീരമാണെന്ന് ഉൾഭാഗത്ത് നമുക്കിതിൻ്റെ ഒരു നിലവാരം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അമ്മേ മഹാമായേ. അപ്പോൾ ഇതൊക്കെയാണ് കൈലാക്ക് എന്ന് പറയുന്ന ഈ മോഡലിൻ്റെ ഭംഗിയുടെ കാര്യത്തിൽ നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ. എന്തായാലും എനിക്ക് ഈ നിറം വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ള ഗ്രീൻ നിറമാണ് കൊടുത്തിരിക്കുന്നത്. കുഷാക്കിന് ഈ നിറം ഇല്ലല്ലോ അല്ലേ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് ഈ ഒരു നിറം നിലനിൽക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ വ്യത്യസ്തമായ രൂപം എന്നല്ല പറയേണ്ടത്. തീർച്ചയായിട്ടും കുഷാക്കിൻ്റെ ഒരു കുഞ്ഞനിയൻ എന്ന് തന്നെ വിളിക്കാവുന്ന രീതിയിലാണ് രൂപമായാലും വലുപ്പമായാലും എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇൻറ്റീരിയർ കണ്ട് നോക്കാം. ഉൾഭാഗത്ത് കയറിയിരിക്കുമ്പോഴും അതുതാനല്ലയോ ഇതെന്ന് വർണ്ണത്തിൽ ആശങ്ക എന്ന് പറഞ്ഞ ഉൾപ്രേക്ഷ അലങ്കാരം നമുക്ക് തോന്നും. കാരണം ഏതാണ്ട് കുഷാക്കിൻ്റെ അതേ ഇൻറ്റീരിയർ തന്നെ എന്നാണ് പറയേണ്ടത്. പല കാര്യങ്ങളും കുഷാക്കിൽ നിന്ന് എടുത്താണ്. ഉദാഹരണമായിട്ട് നമുക്ക് ഈ സ്റ്റിയറിംഗ് വീല് പറയാം. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ, അത് കുഷാക്കിൽ നിന്ന് വന്നതാണ്. അതുപോലെ ഇവിടെ കാണുന്ന AC-യുടെ ഈ ഒരു പാനൽ നമുക്ക് കുഷാക്കിൽ നിന്ന് എടുത്താണെന്ന് കാണാം. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. മൊത്തത്തിൽ ലേഔട്ടിൻ്റെ കാര്യത്തിലും കുറേയൊക്കെ കുഷാക്കിനെ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നതെന്ന് പറയാം. എന്തായാലും വളരെ പ്രൗഢമായ വളരെ എലഗൻസ് ഉള്ളൊരു ഇൻറ്റീരിയർ ആണെന്നുള്ള കാര്യം സംശയമില്ല.
നിറങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു, ഇവിടെ ഭംഗിയുള്ള ഒരു വളരെ ഓഫ് വൈറ്റ് ഫിനിഷ്, ഇവിടെ ബോഡി കളറാണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ ഒരു പച്ച നിറം. അതിൻ്റെ താഴെയായിട്ട് ടെക്സ്റ്റേഡ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം, ഏറ്റവും താഴെയായിട്ട് വീണ്ടും വളരെ ഡള്ളായിട്ടുള്ളൊരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം. അങ്ങനെ എല്ലാം കൂടി വളരെ ഭംഗിയായിട്ടുണ്ട്. ഈ എഴുന്നേറ്റ് നിൽക്കുന്ന രീതിയിലുള്ള ഈ വെർട്ടിക്കലായിട്ടുള്ള AC വെൻറ്റുകൾ നിങ്ങൾ കുഷാക്കിൽ കണ്ടത് തന്നെയാണ്. അതെടുത്ത് ഇതിലേക്ക് വെച്ചിരിക്കുന്നു. എന്തായാലും ഇതിനോടൊക്കെ ചേർന്ന് സമരസപ്പെട്ട് നിൽക്കുന്ന എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു 10 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് നമ്മളിതിൽ കാണുന്നത്. ഇതിലിതാ പല കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഉണ്ട്. ആപ്പിൾ കാർപ്ലേ ഉണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്. ഇത് തൊട്ടപ്പോൾ തന്നെ ഹൈ ഹൗ ക്യാൻ ഹെൽപ്പ് എന്ന യുവതി ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ പിന്നെ ഉള്ളത് അത്യാവശ്യം വേണ്ട കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ വാഹനത്തിൻ്റെ എതിരാളികളെന്ന് വിളിക്കാവുന്ന കൊറിയൻ വാഹനങ്ങളുടെ അടുത്തൊന്നും എത്തില്ല. കാരണം അവരൊക്കെ വളരെ മുന്നിലാണ് ഇത്തരം കാര്യങ്ങളിലെന്ന് കാണാം. റിവേഴ്സ് ക്യാമറയുണ്ട്, പക്ഷേ 360 ഡിഗ്രി ക്യാമറയൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. അത് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഏതൊരു കാറിലും ഇതിനേക്കാളും നല്ല ക്യാമറകളൊക്കെ വന്നിരിക്കുന്ന ഒരു കാലമാണ് എന്ന് പറയാം. പിന്നെ നമുക്ക് സ്ക്രീനിൽ കാണാവുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ഡ്രൈവിംഗ് ഡാറ്റ, വെഹിക്കിൾ സ്റ്റാറ്റസ്, ആക്റ്റീവ് ഇൻഫോ ഡിസ്പ്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്കോഡയുടെ പ്ലേ ആപ്സ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അത്തരം കുറേ ആപ്പുകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ കൂടിയൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതാണ്. പക്ഷേ അത് വന്നിട്ടില്ല എന്ന് പറയാം. 360 ഡിഗ്രി ക്യാമറ അടക്കമുള്ള കാര്യങ്ങൾ ആകാമായിരുന്നു. എങ്കിൽ പോലും എനിക്ക് അതിൻ്റെ കൊടുത്തിരിക്കുന്ന ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. താഴേക്ക് വരുമ്പോൾ മനോഹരമായ AC വെൻ്റ് കടന്ന് താഴെ AC യുടെ പാനലാണ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ പാനലാണ് കാണുന്നത്. ഇതിൽ നമുക്ക് ഇങ്ങനെ AC യുടെയും മറ്റും ബ്ലോവർ സ്പീഡൊക്കെ കൂട്ടാൻ വേണ്ടി ഒന്ന് വിരലോടിച്ചാൽ മതി. ഇവിടെ വെന്റിലേറ്റഡ് സീറ്റിൻ്റെ സ്വിച്ചാണ് നമുക്കിവിടെ കാണുന്നത്. ഫ്രണ്ട് 2 സീറ്റുകളും വെന്റിലേറ്റഡാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് 2 സീറ്റുകൾക്കും പവർ സ്വിച്ചുകൾ ഉണ്ട് എന്നുള്ള കാര്യമാണ്. അതായത് നമുക്ക് പവേർഡ് ഫ്രണ്ട് സീറ്റുകളാണ് കിട്ടുന്നത്. മുൻഭാഗത്ത് 2ഉം. അത് പൊതുവേ സാധാരണ ഡ്രൈവർ സൈഡ് മാത്രമേ വരാറുണ്ടെങ്കിൽ ആ കാര്യത്തിൽ യാതൊരു പിശുക്കും കാണിക്കാതെ അത് കൊടുത്തിട്ടുണ്ട്. എന്ന് തന്നെയുമല്ല, സീറ്റിൻ്റെ അപ്ഹോൾസ്റ്ററി ഒന്നാം തരമാണ്. ഉഗ്രം കുഷനിങ് ആണ്. അതിൽ വൈറ്റ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. സൈഡ് ബോൾസ്റ്റേഴ്സും ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. നല്ല തൈ സപ്പോർട്ടും ഉണ്ടെന്ന് മാത്രമല്ല, ഈ ഒരു സീറ്റ് നമുക്ക് നല്ല രീതിയിലാണ് ഹൈറ്റൊക്കെ നല്ല രീതിയിൽ ഉയർത്താൻ സാധിക്കും ഇലക്ട്രിക്കലി എന്നുള്ളതും സുഖമുള്ളൊരു കാര്യം തന്നെ. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് വയർലെസ് ചാർജിങ് പാഡാണ് കാണുന്നത് ഫോണിൻ്റെ. അതുകൂടെ 2 C-type ചാർജർ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജർ ഇവിടെയും വന്നിട്ടുണ്ട്. ഇത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൻ്റെ ഗിയറാണ്. 6 സ്പീഡാണ് ഇതിൻ്റെ മാനുവൽ ഗിയർ ബോക്സ് വരുന്നത്. പിന്നെ ഉള്ളത് ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, അതായത് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കുമാണ്. ഇതിപ്പോൾ ഈ കാണുന്നത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൻ്റെ ഗിയർ ലിവറാണ്. അതിൻ്റെ ചുറ്റും സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ മൊബൈൽ ഫോൺ വയ്ക്കാവുന്നൊരു സ്ഥലം, 2 കപ്പ് ഹോൾഡേഴ്സ്, ഇവിടെ ഹാൻഡ് ബ്രേക്ക്, അതിൻ്റെ പിന്നിൽ ഒരു ചെറുതല്ല മോശമല്ലാത്ത സ്പേസ് ഉണ്ട് ഈ ഒരു ഹാൻഡ് റെസ്റ്റിൻ്റെ താഴെയുള്ള സ്റ്റോറേജ് സ്പേസിന്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പറയാവുന്നത്. പിന്നെ സൺറൂഫിൻ്റെ കാര്യത്തിലും കുറേ കാര്യം തോപ്പിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇത് സിംഗിൾ പെയിനാണ്, പനോരമിക് സൺറൂഫ് ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത്. എങ്കിലും മോശമല്ലാത്ത സൺറൂഫ് എന്നാണ് പറയേണ്ടത്. ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ ഒരു 1 ലിറ്റർ ബോട്ടിൽ സുഖമായിട്ട് വയ്ക്കാവുന്ന അത്രയും നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ആ ഒരു ബോഡിയുടെ ആ ഗ്രീൻ നിറം നമുക്ക് അവിടെയും കാണാം. അതുപോലെ നല്ലൊരു ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയുള്ള രീതിയിലാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഡോർ പാഡിൻ്റെ ആ ഭാഗത്തെല്ലാം തന്നെ. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുഷാക്കിൽ നിന്നെടുത്ത അതേ സ്റ്റിയറിംഗ് വീലാണ്. അതിൻ്റെ സൈഡിൽ ഇവിടെ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചുകൾ കാണാം. ഇവിടെ വോളിയം കൺട്രോൾ കൊടുത്തിരിക്കുന്നു. എന്നാൽ ഈ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ നമുക്ക് കാണാൻ ഭംഗിയുള്ളൊരു സംഭവം തന്നെയാണ്. കൂടാതെ ഇവിടെ 8 ഇഞ്ചിൻ്റെ ഒരു മീറ്റർ കൺസോളുണ്ട്. അതിൽ തീമുകളൊക്കെ പലതും നമുക്ക് മാറ്റാൻ സാധിക്കും. വളരെ ക്ലാരിറ്റിയുള്ള നല്ല ഡിജിറ്റൽ സ്ക്രീനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ഫോക്സ് വാഗൺ വാഹനങ്ങൾ സ്ഥിരം കാണുന്ന പോലെയുള്ള ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചുകളും മറ്റും കൊടുത്തിരിക്കുന്നു. എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഈ സൈഡിലാണ്. സാധാരണ കീ കൊടുക്കുന്നിടത്ത് അത് കൊടുത്തിരിക്കുന്നു. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇവിടെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നു. അത് ഫോൾഡബിളും കൂടിയാണ് ആ ഒരു സൈഡ് വ്യൂ മിറേഴ്സ് എന്നുള്ളത് നല്ല കാര്യം തന്നെ. അപ്പോൾ ഇത്രയൊക്കെയാണ്. കൂടാതെ നല്ല വിസിബിലിറ്റി ഉണ്ട്. ഞാനിപ്പോൾ സീറ്റ് അത്യാവശ്യം ഹൈറ്റിലാണ് ഇട്ടിരിക്കുന്നത്. നല്ല വിസിബിലിറ്റി ഉണ്ട്. സൈഡിലായാലും അതുപോലെ തന്നെ മുന്നിലായാലും വിസിബിലിറ്റിക്ക് മോശമൊന്നുമില്ല. വളരെ ഉയർന്നു നിൽക്കുന്ന ഡാഷ്ബോർഡൊന്നുമല്ല കൊടുത്തിരിക്കുന്നത്. എന്തായാലും എലഗൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വാഹനത്തിനുണ്ട്. അതുപോലെ തന്നെ സ്പേസിൻ്റെ കാര്യവും മോശമല്ല. നമ്മളിപ്പോൾ സീറ്റൊക്കെ അല്പം മുന്നിലേക്ക് ഇട്ടിട്ട് പോലും ഇത്രയധികം സ്പേസ് മുൻഭാഗത്ത് കാണാനുണ്ട്. എന്തായാലും ഹൈറ്റും മോശമല്ല. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, സാമാന്യം നല്ല ഹെഡ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ലെഗ് സ്പേസും മോശമല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഗ്ലോ ബോക്സ് കൂടെ കണ്ടിട്ട് നമുക്ക് പിന്നിലേക്ക് പോകാം. സാമാന്യം വലിയ ഗ്ലോ ബോക്സ്, അതിൽ ചെറിയൊരു ട്രേ പോലെ കാര്യവും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വിലയ്ക്ക് കിട്ടുന്ന വാഹനങ്ങളിൽ നമുക്ക് അങ്ങേയറ്റം പ്രതീക്ഷിക്കാവുന്ന എല്ലാ തരത്തിലുള്ള നിർമ്മാണ നിലവാരവും ഈ വാഹനത്തിനുണ്ടെന്നുള്ള ഒരു സംശയമില്ല. തീർച്ചയായിട്ടും അത് ഈ യൂറോപ്യൻ വാഹനങ്ങളുടെ പ്രത്യേകതയാണ്. അത് നമുക്ക് കൈലാക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി പിൻഭാഗത്തിരിക്കാം. അപ്പോൾ പിൻഭാഗത്തേക്ക് കടന്നിരിക്കുമ്പോൾ
നമുക്ക് സ്പേസ് മോശമല്ല എന്നാണ് തോന്നുക. കാരണം 2566 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ്. അതായത് കുഷാക്കിനേക്കാൾ 81 മില്ലിമീറ്റർ കുറവാണ് വീൽ ബേസ് എന്നാണ് പറയേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ ഇതിനേക്കാൾ അല്പം കൂടുതൽ വീൽ ബേസ് ഉള്ളത് മഹീന്ദ്ര 3XOയ്ക്കാണ്. ടാറ്റ നെക്സോണിനേക്കാളും വീൽ ബേസ് ഉണ്ട് ഈ വാഹനത്തിന് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്തോളം ഇൻറ്റീരിയർ സ്പേസ് ഉണ്ടെന്ന്. ഇപ്പോൾ ഇതിപ്പോൾ ഏകദേശം ബാക്കിലേക്കാണ് നീക്കിയിട്ടിരിക്കുന്നത്. എന്നിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ട്, സുഖമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ഈ സീറ്റ് അല്പം കൂടി പിന്നിലേക്കാണ്. അപ്പോൾ ഇത്രയും സ്പേസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. മറ്റൊരു കാര്യമുള്ളത് ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ, ഇപ്പോൾ നമുക്ക് ബ്രസ് തൊട്ട് മാഗ്നറ്റ് വരെയുള്ള നിരവധി വാഹനങ്ങൾ ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളായിട്ട് പറയാം. അതിൽ പിൻഭാഗത്ത് നിവർന്ന് 3 പേർക്ക് ഇരിക്കാവുന്ന വാഹനങ്ങൾ നെക്സോണും അതുപോലെ ബ്രസയും പോലുള്ള ചുരുക്കം വാഹനങ്ങളേ ഉള്ളൂ. മറ്റിപ്പോൾ വെന്യൂ ആയാലും അതുപോലെ തന്നെ സോണറ്റ് ആയാലും എല്ലാം തന്നെ പിൻഭാഗത്ത് 2 പേർക്കാണ് ഇരിക്കാവുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ സുഖമായിട്ട് നിവർന്നിരുന്ന് കഴിഞ്ഞാൽ സത്യത്തിൽ 2 പേർക്കാണ് നല്ല സുഖമായിട്ടിരിക്കാവുന്നത്. 3 പേരിരിക്കുമ്പോൾ അല്പം കൺജസ്റ്റഡ് ആകും. അതുകൊണ്ട് തന്നെ ഒരു 4 സീറ്റർ വാഹനമായിട്ടാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാഹനമാണിത്. അതുപോലെ അത്ര ഉയർന്ന സെൻട്രൽ ടണലൊന്നുമല്ല. അതുകൊണ്ട് നടുവിൽ ഇരിക്കുന്ന ആൾക്ക് അങ്ങനെ കാല് ഉയർത്തി വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഏതായാലും പിൻഭാഗത്തേക്ക് 2 സി ടൈപ്പ് ചാർജർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ AC വെൻറ്റും പിൻഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പേപ്പേഴ്സും മറ്റും സൂക്ഷിക്കാവുന്ന ഭാഗം അവിടെ കൊടുത്തിരിക്കുന്നു. 3 പേരിരിക്കുന്നില്ലെങ്കിൽ നല്ലൊരു ആംബ്രസ്റ്റ് ഉണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. സീറ്റ് മുൻഭാഗത്തെ പോലെ തന്നെ വളരെ സുഖപ്രദമായ സീറ്റാണ്. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ്. ഇവിടെ ഇങ്ങനെ ഉയർന്നു വരുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ 3 പേർക്ക് ഇരിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നത് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഈ ഒരു ഹെഡ് റെസ്റ്റ് കാണുമ്പോഴാണ്. പിന്നെ മുൻഭാഗത്തെ പോലെ തന്നെ ഇവിടെ ഇങ്ങനെ ചെത്തിയെടുത്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹെഡ് സ്പേസ് ഒട്ടും കുറവില്ല. വീണ്ടും നമ്മൾ ഡോർ പാഡിലേക്ക് പോകുമ്പോൾ അവിടെയും ഒരു സിംഗിൾ ഒരു വലിയ ബോട്ടിൽ വയ്ക്കാം, ഒരു 1 ലിറ്റർ ബോട്ടിൽ വയ്ക്കാം. നല്ലൊരു ആംബ്രസ്റ്റ് ഉണ്ട്. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഇത് എനിക്കിപ്പോൾ എൻ്റെ അത്ര ഉയരമുള്ള ഒരാളെ സംബന്ധിച്ച് വിൻഡോ ലൈൻ തീരെ ഉയർന്നല്ല എന്ന് പറയാം. പക്ഷേ എങ്കിലും അല്പം ഉയരം കുറവുള്ളതൊക്കെ ആണെങ്കിൽ അല്പം അല്പം ഉയർന്നാണ് വിൻഡോ ലൈൻ എന്ന് തോന്നിയേക്കാം. അതുകൊണ്ട് ആ വിസിബിലിറ്റി പിൻഭാഗത്തിരിക്കുന്നവർക്ക് ഉയരം കുറവാണെങ്കിൽ അത്രയധികം വിസിബിലിറ്റി ഉണ്ടാകും എന്ന് പറയാനാവില്ല. എങ്കിലും മോശമല്ല എന്നാണ് പറയേണ്ടത്. പിന്നെ എന്താണ് പറയാനുള്ളത്, പിന്നെ പിൻഭാഗത്തേക്കൊക്കെ 2 ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. എന്തായാലും എനിക്ക് ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ തോന്നുന്നൊരു കാര്യം ഫിറ്റ് ആൻഡ് ഫിനിഷ് എന്ന് പറയുന്നത് അമേസിംഗ് ആണ് എന്നാണ് പറയേണ്ടത്. വളരെ ഗംഭീരമായ നിർമ്മാണ നിലവാരം ഓരോ ഇഞ്ചിലും തുടിച്ചു നിൽക്കുന്നുണ്ട്. അത് എക്സ്റ്റീരിയറിലായാലും ഇൻറ്റീരിയറിലായാലും. ആ കാര്യത്തിൽ നമ്മുടെ സ്കോഡയുടെ ഏതൊരു വാഹനവും സമ്മതിച്ചേ പറ്റൂ. വെറും 7,89,000 രൂപയിൽ വില ആരംഭിക്കുന്ന ഈ വാഹനത്തെ സംബന്ധിച്ചും ആ കാര്യം പറഞ്ഞേ പറ്റൂ. അത്രയധികം നിർമ്മാണ നിലവാരമുണ്ട്. അപ്പോൾ നമുക്ക് വോക്ക് അറൗണ്ട് അവസാനിപ്പിക്കാൻ സമയമായി. അപ്പോൾ ഇനി എഞ്ചിനെ പറ്റിയാണല്ലോ പറയേണ്ടത്. ഒരൊറ്റ എഞ്ചിൻ ഓപ്ഷൻ മാത്രമേ ഈ ഒരു വാഹനത്തിലുള്ളൂ. അത് 1 ലിറ്റർ TSI 3 സിലിണ്ടർ എഞ്ചിനാണ്. 115 bhp എഞ്ചിനാണിത്. 178 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. ഇതേ എഞ്ചിൻ തന്നെയാണ് നിങ്ങൾ കുഷാക്ക് എന്ന ചേട്ടനിലും കണ്ടിരിക്കുന്നത്. കുഷാക്കിന് മറ്റൊരു എഞ്ചിൻ കൂടി ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു എഞ്ചിൻ ഓപ്ഷനാണ് അതിലുമുള്ളത്. അപ്പോൾ പെർഫോമൻസ് ഒക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും. ഇതിൻ്റെ പെർഫോമൻസ് അല്പം കൂടാനുള്ള സാധ്യതയുള്ളത്. കാരണം ഇതിന് 30 കിലോഗ്രാമോളം ഭാരം കുറവുണ്ട് എന്നുള്ളതുകൊണ്ട് പെർഫോമൻസ് അല്പം കൂടി കൂടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും വലിയ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പിന്നെ സേഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാ വേരിയൻസിനും 6 എയർ ബാഗുകളും ABS EBD അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പക്ഷേ നിങ്ങളൊരിക്കലും അഡാസ് ഫീച്ചേഴ്സൊന്നും ഈ വാഹനത്തിൽ പ്രതീക്ഷിക്കരുത്. വിലയാണ് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞത്. 7,89,000 രൂപയിലാണ് എൻട്രി ലെവൽ മോഡൽ തുടങ്ങുന്നത്. 14,40,000 രൂപയിലാണ് ടോപ്പ് എൻഡ് മോഡൽ അവസാനിക്കുന്നത്. ഇപ്പോൾ രസകരമായ ഒരു കാര്യം സംഭവിച്ചതെന്ന് വെച്ചാൽ ആദ്യകാലത്ത് അത് 10 ദിവസം കൊണ്ട് 10,000 ബുക്കിംഗ് ഈ വാഹനത്തിന് കിട്ടി. അതിലധികവും എൻട്രി ലെവൽ മോഡലിനായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻട്രി ലെവൽ മോഡലിൻ്റെ ബുക്കിംഗ് ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ടോപ്പ് എൻഡുകളിലേക്കാണ് ഇപ്പോൾ അധികം ബുക്കിംഗ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ആദ്യത്തെ 33,000 യൂണിറ്റുകൾ ഇപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ മെയ്ക്കുള്ളിൽ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം പിന്നെ ബുക്കിംഗ് തുടരുകയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഒരു ബാച്ച് വാഹനമൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഇനി എൻട്രി ലെവൽ മോഡലിൻ്റെ ബുക്കിംഗ് ആരംഭിക്കുകയുള്ളൂ എന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. എൻട്രി ലെവൽ മോഡലിലേക്ക് വരുമ്പോൾ ഞാനീ പറഞ്ഞ 7,89,000 രൂപയുടെ മോഡലിൽ വലിയ വ്യത്യാസമൊന്നുമില്ല സത്യം പറയാം. ഇതിൽ 17 ഇഞ്ച് ടയറാണ്, അതിൽ 16 ഇഞ്ച് ടയറാണ്. പിന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ലെങ്കിലും അതിൻ്റെ സ്പീക്കേഴ്സും ട്യൂട്ടേഴ്സും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ഹെഡ് യൂണിറ്റ് വാങ്ങിച്ചങ്ങ് വെച്ചാൽ മതി എന്ന് MD മേധാവി തന്നെ പറഞ്ഞു. അത്രയധികം വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ടാകില്ല, വെന്റിലേറ്റഡ് സീറ്റ് ഉണ്ടാകില്ല, അത്രയും ചില വ്യത്യാസങ്ങളാണുള്ളത്. പക്ഷേ ഇത്രയും മനോഹരമായി ഇത്രയും ഗംഭീരമായ ഒരു വാഹനം 8 ലക്ഷം രൂപയ്ക്ക് താഴെ കിട്ടുക എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ് എന്നാണ് പറയേണ്ടത്. എന്തായാലും നമ്മൾ അഹങ്കാരികളാണ്, മലയാളികൾ അഹങ്കാരികളായതുകൊണ്ട് ഇപ്പോൾ മാരുതിയുടെയൊക്കെ കേരളത്തിൻ്റെ ഹെഡൊക്കെ ഒരിക്കൽ എന്നോട് പറയുന്നുണ്ട്, മാരുതിയുടെയൊക്കെ വാഹനങ്ങൾ 90% കേരളത്തിൽ ബുക്ക് ചെയ്യുന്ന ടോപ്പ് എൻഡ് മോഡലാണ്, താഴേക്കൊന്നും ഒരു മനുഷ്യനും വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അധികവും വിൽക്കാൻ പോകുന്നത്
കൈലാക്കിൻ്റെ ടോപ്പ് എൻഡ് മോഡലായിരിക്കും. എന്നാലും ജനുവരി 27-ന് ഈ വാഹനം വിൽപ്പന ആരംഭിക്കുകയാണ്. അതിന് മുമ്പ് മീഡിയ ഡ്രൈവ് ഉണ്ടാകും. കാര്യമായ രീതിയിൽ ഓടിച്ച് നോക്കാൻ സാധിക്കും. ഓടിച്ച് നോക്കേണ്ട കാര്യം പോലും ഇല്ല കേട്ടോ ഈ വാഹനം. ഞാനിപ്പോൾ ഈ ഗ്രൗണ്ടിൽ ചെറുതായിട്ടൊന്ന് ആരും അറിയാതെ ഉരുട്ടി നോക്കി. നല്ല രസകരമായ പെർഫോമൻസ് തരുന്ന എഞ്ചിനാണിത്. പക്ഷേ ഓടിച്ചുള്ള വിഷ്വലൊന്നും എടുക്കരുതെന്ന് സ്കോഡ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ അത് അനുസരിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത്തരം വിഷ്വലൊന്നും കൊടുക്കാത്തത്. എന്തായാലും രസകരമായ ഒരു വാഹനം തന്നെയാണ്. ഓടിച്ച് നോക്കാൻ കൊതിയാകുന്നുണ്ട്, കാര്യമായ രീതിയിൽ ഓടിച്ച് നോക്കാൻ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് മീഡിയ ഡ്രൈവിന് കാണാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും മുംബൈയിൽ നിന്നും ബൈ.